നമസ്കാരം. ഒരു വിഷയത്തിൽ ഞാൻ ചെയ്യുന്ന 15ാമത്തെ വീഡിയോ ആണിത്. അത് ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. കണ്ണൂർ എ ഡി എം ആയിരുന്ന എൻ്റെ ജില്ലക്കാരനായ മലയാളപ്പുഴ സ്വദേശിയായിരുന്ന ADM നവീൻ ബാബു, അദ്ദേഹത്തിൻ്റെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണത്തിന്മേൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഭാര്യയും മക്കളുമൊക്കെ ഹൈക്കോടതിയിലൊക്കെ കയറിയിറങ്ങി അവസാനം സുപ്രീം കോടതിയിലെത്തി നിൽക്കുന്നു. ഹൈക്കോടതിയിൽ അവർ കേസ് കൊടുത്തപ്പോൾ അവിടെ പറഞ്ഞൊരു കാര്യം, സർക്കാർ രൂപീകരിച്ച SITയോട് പറഞ്ഞത്, നിങ്ങൾ ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് കാരണം കൊലപാതകമാണോ എന്ന് കൂടി അന്വേഷിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങളത് ചെയ്യാം എന്നാണ് ഏറ്റവും സർക്കാർ കൊടുത്ത അഫിഡവിറ്റിൽ സർക്കാരും പോലീസും അങ്ങനെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം വന്ന ഇപ്പോഴത്തെ ഏറ്റവും അവസാനം അറിയുന്ന വിവരം, ഇന്നവരിപ്പോൾ കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഇതിൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. മരണകാരണം ആത്മഹത്യയാണെന്നാണ് വരുത്തി തീർത്തിരിക്കുന്നത്. നമുക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള ഹൈക്കോടതി ഇതിൻ്റെ ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ CBI എൻക്വയറി വേണമെന്നുള്ള ആ അപേക്ഷ തള്ളിയപ്പോൾ പറഞ്ഞു SIT ഇത് അന്വേഷിക്കും, ഇതുകൂടി അന്വേഷിക്കും എന്ന് പറഞ്ഞു. ഒരന്വേഷണം ഉണ്ടായില്ല. 400 പേജിൽ എന്തൊക്കെയോ എഴുതിക്കൂട്ടി 82 സാക്ഷികളെയും വെച്ചുകൊണ്ട് ഇന്ന് പോലീസ് ഹാജരാക്കിയിരിക്കുന്ന കുറ്റപത്രത്തിൽ PP ദിവ്യ എന്ന് പറയുന്ന മഹതി മാത്രമേ ഉള്ളൂ. 1-2 കാര്യങ്ങൾ എന്തായാലും പറഞ്ഞു, കാരണം ഉപോത്ബലകമായ കാര്യങ്ങൾ പറയണമല്ലോ. നമ്മുടെ ഭാരത് ന്യായ സംഹിത 108 അനുസരിച്ചാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം കൊടുത്തിരിക്കുന്നത്. ആ സെക്ഷൻ അല്ലെ നിയമം പറയുന്നത് 10 വർഷം തടവോ അല്ല അതിനടുത്തുള്ള തടവോ അതിനോടൊപ്പം തുകയോ പെറ്റി അടിക്കാം എന്നാണ് പറയുന്നത്. പിഴയോ അടിക്കാം എന്നാണ്, രണ്ടും കൂടി കൊടുക്കാവോ എന്നുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ PP ദിവ്യ എന്ന് പറയുന്ന ആൾ ചെയ്ത കുറ്റങ്ങളൊക്കെ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. PP ദിവ്യ അവിടെ ക്ഷണിക്കാതെ പോയി, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ക്ഷണിക്കാതെ പോയി, അതിനുശേഷം അവിടെ കളക്ടറെ വെള്ളം കുശിരിക്കുകയാണ്. ക്ഷണിക്കാതെ പോയി അവരവിടെ ചെന്നിട്ട് 6 മിനിറ്റ് സംസാരിച്ചു. അതിൽ അദ്ദേഹം അസ്വസ്ഥനായിരുന്നു. കൂടാതെ ഒരു TV-കാരനെ വിളിച്ചുകൊണ്ട് പോയി ഓൺലൈൻ ചാനലുകാരനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിച്ചു. ആ റെക്കോർഡ് ചെയ്ത് തൻ്റെ മൊബൈലിൽ സ്വീകരിച്ചു. ആ മൊബൈലിൽ സ്വീകരിച്ച സാധനം നാട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്തു, പത്തനംതിട്ടയിലുള്ളവർക്ക് അയച്ചു കൊടുത്തു. അത് അദ്ദേഹത്തിന് അപമാനമായതുകൊണ്ട് അദ്ദേഹം രാത്രിയിൽ കയറി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. മറ്റൊരു സാഹചര്യങ്ങളിലേക്കും പോലീസ് പോയിട്ടില്ല എന്നാണ് നാം അറിയുന്ന ഞെട്ടിക്കുന്ന വിവരം. അവിടെ പ്രശാന്തനില്ല, ഏറ്റവും അവസാനം കണ്ട ഷംസുദ്ദീനില്ല. ഇവരൊക്കെ മൊഴിയുണ്ടെന്ന് പറയുന്നു. മൊഴി എന്താണെന്നുള്ള കാര്യം ഇനി അതിൻ്റെ ഫൈനൽ റിപ്പോർട്ടിൻ്റെ കോപ്പികൾ, സർട്ടിഫൈഡ് കോപ്പികൾ നമ്മൾ എടുക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ. CCTV ഫൂട്ടേജുകളെ പറ്റി പറയുന്നില്ല, അദ്ദേഹത്തെ ഏറ്റവും അവസാനം കണ്ട ആളിനെ പറ്റി പറയുന്നില്ല. അങ്ങനെ ഒന്നും പറയാതെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എല്ലാം ഒരാളിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട്, ഇനി അഥവാ ഈ കേസ് നടന്ന് 2-3 വർഷം കഴിഞ്ഞ് ഈ കേസ് നടന്ന് ഇനിയിപ്പോൾ ഇത് നടക്കാൻ പോകുന്നത് സെഷൻസ് കോടതിയിലായിരിക്കാം. അതിനുശേഷം ആ കേസിനകത്ത് വിധി വന്നു. ആ വിധിക്ക് പുറത്ത് ദിവ്യ കുറ്റക്കാരിയാണെങ്കിൽ അപ്പീൽ പോകാം. ആ അപ്പീൽ ഹൈക്കോടതിയിൽ നിന്ന് നേരെ സുപ്രീം കോടതിയിൽ പോകാം. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ദിവ്യയ്ക്ക് ഏകദേശം 10-70 വയസ്സും ആകും. അപ്പോഴത്തേക്ക് ഇതെല്ലാം ജനം മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ നമ്മൾ കോടതിയിൽ സാധാരണക്കാരൻ അഫിഡവിറ്റ് കൊടുത്താൽ ആ അഫിഡവിറ്റിനെ പുറത്ത് അത് കള്ളമാണെങ്കിൽ അവനെതിരെ കോടതിയലക്ഷ്യത്തിന് കേസെടുക്കാൻ പറ്റും. കേരള സർക്കാരിന് വേണ്ടി കൊടുത്ത അഫിഡവിറ്റിൽ SITയോട് പറഞ്ഞ ഈ കാര്യം അന്വേഷിച്ചിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് കോടതിയലക്ഷ്യത്തിന് കേസെടുത്തുകൂടാ എന്നാണ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. ചോദ്യങ്ങൾ ചോദിക്കാനല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. ഏറ്റവും ഈ ഫൈനൽ റിപ്പോർട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചതിന് ശേഷം വന്ന ജോയിൻറ്റ് കമ്മീഷണറുടെ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ പറ്റി ആ റിപ്പോർട്ട് വായിച്ചു വെച്ചിരുന്നുവെങ്കിൽ അവർക്ക് മനസ്സിലായതിന് ഇതിനകത്ത് എന്താ സംഭവിച്ചതെന്ന്. അതിനെപ്പറ്റി ആ റിപ്പോർട്ടേ പോലീസിന് വേണ്ട. പോലീസ് റിപ്പോർട്ട് ചോദിച്ചാൽ കൊടുക്കുമെന്നാണ് നമ്മുടെ റവന്യൂ മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. പക്ഷേ ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. പിന്നെ എന്ത് അന്വേഷണമാണ് ഇവർ നടത്തിയത്? ഇത്രയേ ഉള്ളൂ. PP ദിവ്യയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു കൊലപാതകം എന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. PP ദിവ്യ നേതൃത്വം കൊടുക്കുകയും PP ദിവ്യയിലൂടെ പാർട്ടി നടത്തിയ ഒരു മരണം, അതിനേക്ക് അദ്ദേഹത്തെ നയിച്ച കാരണത്തിന് ഹേതുവായി നിന്നു എന്ന് മാത്രമേ ഉള്ളൂ PP ദിവ്യയുടെ പേരിലുള്ള കുറ്റം. പക്ഷേ അതിബുദ്ധിമതിയായ PP ദിവ്യ എന്തായാലും ഈ സാധനം തൻ്റെ മൊബൈലിലേക്ക് സ്വീകരിച്ചിട്ട് അത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തെങ്കിൽ ഈ ഇലക്ട്രോണിക്സ് ഡിവൈസിൽ 10-80 സ്ഥലങ്ങളിൽ ഇത് സേവായി കിടക്കുമെന്ന് അറിയാത്ത മണ്ടിയാണ് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നതെന്ന് ഓർക്കുക. അങ്ങനെ അതിബുദ്ധി അവരെന്തായാലും കാണിച്ചു. സ്വന്തം മൊബൈലിൽ നിന്ന് അയച്ചു കാണിച്ചു. പക്ഷേ അതുപോലും തനിക്ക് പേടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്നത് പ്രശാന്തനെതിരെ ഇതൊരു കേസെടുത്തില്ല. കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റമാണെങ്കിൽ പ്രശാന്തനെതിരെ കേസെടുക്കണം. മാത്രമല്ല, പ്രശാന്തൻ സാധാരണക്കാരനല്ല, പരിയാരം മെഡിക്കൽ കോളേജിലെ ഒരു ജീവനക്കാരനാണ്. അപ്പോൾ നിയമത്തെപ്പറ്റി അല്പമെങ്കിലും ജ്ഞാനമുള്ളവനായിരിക്കണം. അതല്ലെങ്കിൽ തന്നെ നമ്മുടെ പടർന്ന് പന്തലിച്ച് ഈ അനന്ത വിഹായസ് മൊത്തം നടക്കുന്ന പാർട്ടി കൊടുക്കുന്ന ക്ലാസ്സിൽ പോയിട്ടുള്ളവനല്ലേ പ്രശാന്തൻ.
അവനിതൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവനും അറിയാം. അപ്പോൾ പ്രശാന്തനില്ല, അദ്ദേഹത്തെ കൊണ്ടുവിട്ട ഷംസുദ്ദീൻ ഡ്രൈവറില്ല, ഏറ്റവും ഇതിനെല്ലാം കാരണഭൂതനായ അവിടുത്തെ കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ പോലും ഇതിന് പുറത്തായിരിക്കുന്നു എന്നതാണ് സത്യം. അരുൺ കെ വിജയനെ തൊടാൻ പറ്റില്ലല്ലോ. കാരണം നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, IAS ലോബി അപ്പോഴേ സർക്കാരിനെതിരെ തിരിയും. IAS എന്ത് പറഞ്ഞാലും കൊടുക്കുമല്ലോ. ലാസ്റ്റ് ഗ്രേഡോ അല്ലെങ്കിൽ താഴെ കിടക്കുന്ന പറഞ്ഞെങ്കിലും കൊടുക്കാതിരിക്കും. ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ട ഒരു സംഭവമാണ് പത്തനംതിട്ടയിലുണ്ടായത്. ഇവിടുത്തെ ഒരു പത്തനംതിട്ട ജില്ലയിലെ വില്ലേജ് ഓഫീസർ റവന്യൂ റിക്കവറിയുടെ പൈസ അടയ്ക്കുവാൻ പത്തനംതിട്ട CPM ഏരിയ സെക്രട്ടറി വിളിച്ചപ്പോൾ കാല് വെട്ടുന്നതിൻ്റെ എന്ന് പറഞ്ഞു. അതിനെ പുറത്ത് കേസ് കൊടുത്തിട്ട് തനിക്ക് പേടിച്ച് കേസില്ല എന്ന് എഴുതി കൊടുത്തു. അത്രമാത്രം ഇവരെ പേടിക്കുന്നുണ്ട്. സാധാരണക്കാരൻ്റെ മേൽക്കിട്ട് കയറുന്ന ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ഇവരെ പേടിക്കുന്നു, പാർട്ടിക്കാരെ പേടിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെയൊക്കെ പേടിക്കണം? പാർട്ടിക്കാരെ പേടിക്കണം, പോലീസിനെ പേടിക്കണം. ഈ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കേരളത്തെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ത്യയിൽ നടാടെ നടന്ന ഇന്ത്യയിലെ ഒരു അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിനെ, ഒരു ജില്ലയുടെ 2ാമത്തെ പരമാധികാരിയെ മരണത്തെപ്പറ്റി പോലും ദുരൂഹതകൾ മാത്രമേ ഇപ്പോഴും പുറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ സ്വൈര്യമായി ജീവിക്കുക? എവിടുന്നാണ് നമുക്ക് നീതി ലഭിക്കുക? കോടതിയിൽ നിന്ന് പോലും നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഹൈക്കോടതി ജഡ്ജിമാരുടെ വീടുകളിൽ നിന്ന് കോടിക്കണക്കിന് കത്തിക്കരിഞ്ഞ നോട്ടുകൾ കിട്ടുന്നു. നിങ്ങൾ ഓർക്കുക, അയാൾ പോകുന്ന ഡൽഹിയിലെ രാജവീതിയിൽ ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി കരയുന്ന ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ പല ഭിക്ഷക്കാരുടെയും മടിയിലിരിക്കുന്നുണ്ടാവാം. നമ്മളിതൊക്കെ പറയുമ്പോൾ വികാരവിക്ഷോഭമായി പോകും എന്നുള്ളതാണ് മറ്റു സത്യം. മനുഷ്യനെപ്പറ്റി സ്നേഹിക്കുന്നവന് മാത്രമേ മനുഷ്യനെപ്പറ്റി സ്നേഹം വരികയുള്ളൂ. മനുഷ്യത്വമുള്ളവന് മാത്രമേ മറ്റുള്ളവരെ കൊല്ലുവാനും കൊല്ലിക്കാതിരിക്കുവാനും കൊല്ലാനുള്ള കാരണത്തിലേക്ക് തള്ളിവിടുവാനും സാധിക്കാതെയുള്ളൂ. മനുഷ്യത്വമുള്ളവന് മാത്രമേ സൗമ്യമായി സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. മനുഷ്യത്വമുള്ളവൻ മാത്രമായിരിക്കണം പൊതുരംഗത്ത് വരേണ്ടത്. മനുഷ്യത്വമില്ലാത്തവർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായാലും MLA ആയാലും MP ആയാലും മന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും രാഷ്ട്രീയ നേതാവായാലും ഇതേലത്തെ നവീൻ ബാബുമാർ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. മഞ്ജുഷയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ ഹൈക്കോടതി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഹൈക്കോടതി പറഞ്ഞത് ഇവർ അന്വേഷിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇത്തരം ഓർക്കണം, കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മഞ്ജുഷയുടെ പറഞ്ഞു SIT ഇതുകൂടി അന്വേഷിക്കുമെന്ന് പറഞ്ഞു, ശരിയായ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്വേഷണം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഞ്ജുഷ വീണ്ടുമല്ല സുപ്രീം കോടതിയിലേക്ക് പോകുന്നുവെന്ന വാർത്തയാണ് ഈ തരുണത്തിൽ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നന്ദി, നമസ്കാരം.